So hi guys, welcome to the first episode of AB Talks. So AB എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും വിചാരിക്കേണ്ട, അതെൻ്റെ പേരാണ്. സോ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ, ലൈക്ക് ഒരു 2-3 മാസമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷൻ. ഓക്കെ, സോ എന്താണ് മാനിഫെസ്റ്റേഷൻ, ഇല്ല എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വർക്കാവുക? അതിന് ഓരോരുത്തർക്കും ഓരോ തിയറികളാണ്. ചിലർ പേപ്പറിൽ എഴുതി വെച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ അതൊക്കെ, ചിലർ പറയും ഈ വീഡിയോ നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യും, അപ്പോഴത്തേന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടും. ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക് ലൈക്ക് ദാറ്റ്. ഈ മാനിഫെസ്റ്റേഷൻ എന്താണെന്നും അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മാനിഫെസ്റ്റേഷൻ എന്താണ് എന്നുള്ളത് അറിയണം. അത് ശരിക്കും എവിടെ നിന്നാണ് അതിൻ്റെയൊക്കെ കോർ കോൺസെപ്റ്റ് വന്നതെന്ന് അറിയാം. ഈ മാനിഫെസ്റ്റേഷൻ നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ. അതാണ് മാനിഫെസ്റ്റേഷൻ. നമ്മളിപ്പോൾ റിലീജിയസ് ആസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിച്ച് കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക, അത് നമുക്ക് കിട്ടും. ദെയർ ഈസ് ഓൾസോ മാനിഫെസ്റ്റേഷനാണ് വർക്ക് ചെയ്യുന്നത്, അവിടെയും മാനിഫെസ്റ്റേഷൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് നോക്കി, നമ്മുടെ ബൈബിളിലാണെങ്കിലും ഇല്ലെങ്കിൽ റിലീജിയസ് ആസ്പെക്ട്സിലാണെങ്കിലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ കുന്നോളം ആഗ്രഹിക്കൂ, എന്നാൽ എള്ളോളമെങ്കിലും കിട്ടും. ഓക്കെ, പിന്നെ വേറെ കോൺസെപ്റ്റ് താൻ പാതി ദൈവം പാതി. ദിസ് ഓൾ കണക്ട്സ് വിത്ത് ദ മാനിഫെസ്റ്റേഷൻ. താൻ പാതി ദൈവം പാതി. നേച്ചർ ഈസ് ഹാഫ് ആൻഡ് യു ആർ ദ ഹാഫ്. നേച്ചറിൻ്റെ പണി ചെയ്യും, ദ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യും. ദൈവം ഈസ് നത്തിങ് ബട്ട് ദ ഹോൾ യൂണിവേഴ്സ്. ഓക്കെ, താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളും, നേച്ചർ ചെയ്യേണ്ടതില്ല യൂണിവേഴ്സ് ചെയ്യേണ്ടത് യൂണിവേഴ്സും ചെയ്യും. ഓക്കെ, ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ കാർത്തിക് സൂര്യ അല്ലെങ്കിൽ കോൾമി ഷാസം, ഇവരെ പോലെ 2 പേഴ്സണാലിറ്റീസ് എത്രത്തോളം പീക്ക് പോയിന്റിലാണ് ഇപ്പം നിൽക്കുന്നത് നമുക്ക് അറിയാം അല്ലേ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ ഫസ്റ്റ് ജേർണിയുടെ സ്റ്റാർട്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ കെയിം ഫ്രം ലോ പോയിന്റ്. അവർ വന്നത് വളരെ താഴെ നിന്നാണ്. ആ ഒരു ലോ പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഈ ഹൈ പോയിന്റിൽ പീക്ക് പോയിന്റിൽ അവർ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദെയർ കൺസിസ്റ്റൻസി. അവരെന്തെങ്കിലും ഒരു ഇൻപുട്ട് ഇട്ടാൽ മാത്രമേ അവരുടെ മാനിഫെസ്റ്റേഷനിലേക്ക് അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് എനിക്ക് ഇത്രയും റിട്ടേൺസ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ റിട്ടേൺസ് കിട്ടൂ. ഇൻ ദാറ്റ് സെയിം വേ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കൊരു ഫിലിം ഡയറക്ടർ ആവണമെങ്കിൽ ജസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുക, അല്ലെങ്കിൽ കഥ എഴുതാൻ തുടങ്ങുക, അല്ലെങ്കിൽ കണക്റ്റിംഗ് ടു പീപ്പിൾസ് ഹൂ ഈസ് റിലേറ്റഡ് ടു ഫിലിം ഇൻഡസ്ട്രി ഒക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ വിചാരിച്ച ഡെസ്റ്റിനേഷനിലേക്കുള്ള പാത്ത് ക്ലിയർ ആയി വരും. ദാറ്റ് ഈസ് മാനിഫെസ്റ്റേഷൻ. ഇറ്റ്സ് ലൈക്ക് മാനിഫെസ്റ്റ് ഇന്ന് ഞാൻ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ കോടീശ്വരനാവും, അതല്ല മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ ഈസ് ലൈക്ക് നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, പ്ലാവ് വേണം. പ്ലാവിൻ്റെ തൈ അവിടെ നട്ടാൽ മാത്രമേ നാളെ പ്ലാവ് ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ നാളെ ചക്ക എടുക്കാൻ പറ്റൂ. എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അതിനൊരു എൻഡ് റിസൾട്ട് കിട്ടുള്ളൂ. സ്റ്റാർട്ട് ടുഡേ ആൻഡ് വെയിറ്റ് ഫോർ യുവർ എൻഡ്, ബെറ്റർ എൻഡ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുക, മാനിഫെസ്റ്റേഷൻ നിർത്തണ്ട, ബട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ട് ഇന്നിടുക. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടു, ദിസ് ഈസ് മൈ സ്റ്റാർട്ട്. മാനിഫെസ്റ്റേഷൻ എന്നുള്ള വീഡിയോ ഞാൻ ആദ്യം ഇടാൻ തന്നെ കാരണം ബിക്കോസ് ഇന്നലെ തൊട്ട് ഞാൻ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ചിന്തിക്കാൻ, എനിക്ക് വൈറൽ ആകണം, ഇല്ലെങ്കിൽ ഐ വാണ്ട് ടു റീച്ച് സർട്ടൻ പീപ്പിൾ. എൻ്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് അറ്റ്ലീസ്റ്റ് അറിയപ്പെടണം എന്നൊരു മാനിഫെസ്റ്റേഷനിലൂടെ ഞാൻ ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ടുഡേ ഈസ് മൈ സ്റ്റാർട്ട്, ടുഡേ ഈസ് ഗോണ ബി യുവർ സ്റ്റാർട്ട് ടു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എൻ്റെ ഒപ്പം നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഒരു പോയിന്റിൽ എത്തിയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ ബൈ. വരുന്നു.